ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 5 കരിയർ ഡൊമൈൻസ് ആണ്, അല്ലെങ്കിൽ 5 എഡ്യൂക്കേഷൻ സ്ട്രീംസ് ആണ് ഫ്രം ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് മേഖലയിൽ. ഒബ്വിയസ്ലി കരിയർ സക്സസ്സിനെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെടുത്താറുണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെടുത്താറുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീംസിലെ പല കാര്യങ്ങളുമായി ഉൾക്കൊള്ളിക്കാറുണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ നിങ്ങൾക്ക് കരിയറിൽ സക്സസ് നേടാൻ പറ്റും എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ചില കോഴ്സുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുമ്പോൾ മനസ്സിലാക്കാനുള്ളത് ഈ കോഴ്സുകൾ വളരെ വളരെ ജനറലാണ്, പല കൂട്ടുകാരും എടുത്തിട്ടുണ്ട്, അവർക്ക് കരിയറിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നേടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഡിസ്കഷൻ വളരെ റെലവൻ്റാണ്. ഇതുപോലെ വളരെ ജനറലായിട്ടുള്ള കോഴ്സാണ്, പക്ഷേ ആ കോഴ്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കാതെ ആ കോഴ്സിൻ്റെ ആ സക്സസ് നിങ്ങൾക്ക് നേടാൻ പറ്റാതെ വേറെ പല കാര്യങ്ങളിലേക്കും ഇറങ്ങിപ്പോകാറുമുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സ്ട്രെങ്ത് പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആ കോഴ്സ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ചെയ്തത് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കില്ല. അതോടൊപ്പം നിങ്ങളുടെ കരിയർ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറാറുമുണ്ട്. സോ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കോഴ്സ് എന്നുള്ളത് അവർ ഓൺ ബാച്ചിലേഴ്സ് ഇൻ ഹിസ്റ്ററി ആണ്. സോ ഒബ്വിയസ്ലി കരിയർ ഫീൽഡ് എന്നുള്ളത് ഹിസ്റ്റോറിയൻ, അതോടൊപ്പം ആർക്കൈവിസ്റ്റ് എന്ന ഫീൽഡുകളിലേക്കാണ് നിങ്ങളെ ജോബ് നേടാൻ സഹായിക്കുന്നത്. സോ ഈ ഒരു ഫീൽഡിൻ്റെ ജോബ് സ്കോപ്പ് എന്താണ്? റിസർച്ചിങ്, അതോടൊപ്പം ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പ്രിസർവ് ചെയ്യുക, മ്യൂസിയം, യൂണിവേഴ്സിറ്റീസ്, അതോടൊപ്പം ഗവൺമെൻറ് റോളുകളിൽ ജോബ് ലഭിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഫീൽഡിൻ്റെ ഡൊമൈനിൻ്റെ ജോബ് സ്കോപ്പിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇനി വളരെ റെലവൻ്റായ അടുത്ത ചോദ്യമാണ്, എങ്ങനെയാണ് ബാച്ചിലർ ഇൻ ആർട്സ് അല്ലെങ്കിൽ BA ഇൻ ഹിസ്റ്ററി നിങ്ങളുടെ കരിയർ സക്സസ്സിന് കാരണമാകാൻ പോകുന്നത്? ഒബ്വിയസ്ലി BA ഹിസ്റ്ററി എന്നുള്ള കോഴ്സിൻ്റെ പ്രത്യേകത അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് റിസർച്ച്, ക്രിട്ടിക്കൽ തിങ്കിങ്, സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് പോലുള്ള കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പോളിസി മേക്കിംഗ്, എഡ്യൂക്കേഷൻ, കൾച്ചറൽ സെക്ടേഴ്സിൻ്റെ ഒരു വൈറ്റൽ പില്ലറായിട്ട് നമുക്ക് ഈ ഒരു മേഖലയെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതും BA ഹിസ്റ്ററി എന്ന കോഴ്സിന് കൂടുതൽ കരിയർ സക്സസ് റേറ്റ് നൽകുന്നുണ്ട്. നെക്സ്റ്റ് എന്നുള്ളത് ബാച്ചിലേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ BA ഇംഗ്ലീഷ് പഠിച്ചു അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് പോകണം, എങ്ങനെ അനലിറ്റിക്കൽ ഫീൽഡുകളിലേക്ക് പോകണം, അനാലിസിസ് ഫീൽഡുകളിലേക്ക്, ഡാറ്റ ഡ്രിവൺ മേഖലകളിലേക്ക് പോകണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരാറ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ബാച്ചിലേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന കോഴ്സിന് തന്നെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ കരിയർ ഡൊമൈനാണുള്ളത്? റൈറ്റർ, എഡിറ്റർ, കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് പോലുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് ജോബ് റോൾ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തതായി മനസ്സിലാക്കാനുള്ളത് ഈ ഒരു മേഖലയിലെ ജോബ് സ്കോപ്പാണ്. സോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച കൂട്ടുകാരുടെ ഒരു സ്ട്രോങ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ മീഡിയ, പബ്ലിഷിംഗ്, അതോടൊപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് ആവശ്യമായ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മേഖലയിൽ ഗ്രാജുവേഷൻ ചെയ്ത കൂട്ടുകാർ തന്നെയാണ്. സോ ഇവരുടെ റോളുകൾ ജേർണലിസം, മാർക്കറ്റിംഗ്, അതോടൊപ്പം ടെക് ഫീൽഡുകളിൽ വരെ വരുന്നുണ്ട് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു കോഴ്സ്, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന കോഴ്സ് എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? സോ ഈ ഒരു കോഴ്സ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം അനലിറ്റിക്കൽ സ്കിൽസിനെ ഷാർപ്പൻ ചെയ്യുന്നു, മൂർച്ച കൂട്ടുന്നു. അതോടൊപ്പം ലീഡർഷിപ്പ് റോളുകൾ, പ്രത്യേകിച്ച് ക്രിയേറ്റീവ്, അതോടൊപ്പം കോർപ്പറേറ്റ് ഫീൽഡ്സുകളിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള, പെർസുവേസീവായിട്ടുള്ള, അതായത് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുന്ന, പെർസുവേഷൻ കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മെസ്സേജ് ഓപ്ഷൻസ്, പെർസുവേസീവായിട്ടുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് കോൾ ടു ആക്ഷൻ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു
പേഴ്സണാലിറ്റിയായി നിങ്ങളെ മാറ്റാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൈ ഇമ്പാക്റ്റ് റോൾസുകളിൽ നന്നായി തിളങ്ങാനുള്ള സാഹചര്യം ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളതാണ് ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി. ഒബ്വിയസ്ലി ജോബ് റോളുകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കരിയർ ഫീൽഡ് നോക്കുകയാണെങ്കിൽ കൗൺസിലർ അതോടൊപ്പം HR സ്പെഷ്യലിസ്റ്റ് മേഖലകളിലൊക്കെ തിളങ്ങാൻ പറ്റുന്നുണ്ട്. ഒബ്വിയസ്ലി സൈക്കോളജിയിൽ ഗ്രാജുവേഷനുള്ള കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട് MBA ഇൻ HR മാനേജ്മെൻറ്റ് എന്നുള്ളത് നല്ല മേഖലയാണ് എന്നുള്ളത്. ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നത് HR സ്പെഷ്യലിസ്റ്റ് എന്ന മേഖല ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ MBA ചെയ്യുന്നത് നിങ്ങൾക്ക് ലോങ് ടേമിൽ ബെനിഫിഷ്യൽ ആയിരിക്കും. മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാനും വർക്ക് പ്ലേസ് ഡൈനാമിക്സിൽ സ്കൂൾ തലത്തിലായാലും ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായാലും കോർപ്പറേറ്റ് കൾച്ചറിലായാലും ഓർഗനൈസേഷണൽ സെറ്റപ്പിലായാലും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി സൈക്കോളജി പഠിച്ച കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഓൺലൈൻ കോഴ്സുകളെക്കാളും കൂടുതൽ റെഗുലറായിട്ടുള്ള കോഴ്സുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ രീതിയിൽ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ ത്രൂ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു. അതല്ല ഡിസ്റ്റൻസ് വഴിയാണ് നിങ്ങൾ സൈക്കോളജി കോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളാണ് സൈക്കോളജി മേഖലയിൽ ഗ്രാജുവേഷൻ നേടാൻ നിങ്ങളെ സഹായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി മേഖലയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അതായത് വർക്കിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാകും. അവരുടെ അണ്ടറിൽ ഒരു പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ ആസ് എ ട്രെയിനി ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ആഡ് മോർ ബെനിഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സൈക്കോളജിസ്റ്റ് എന്നുള്ള ആ കരിയറിലേക്ക് വലിയൊരു ബൂസ്റ്റാകും ലഭിക്കുന്നത്. സോ സൈക്കോളജി പഠിച്ചത് കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് കരിയർ സക്സസ് നേടാൻ പറ്റും? സോ ഇമോഷണൽ ഇൻ്റലിജൻസിനെ അത് എൻഹാൻസ് ചെയ്യുന്നു. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അതായത് ആൾക്കാരുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ സോഷ്യൽ സെനാരിയോയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന സ്കിൽസ് അത് വർദ്ധിപ്പിക്കുന്നു. ഹ്യൂമൻ സെൻട്രിക് റോൾസിൽ അതായത് ആൾക്കാരുമായി ഇടപെട്ട് ജോലി ചെയ്യുന്ന ആ സെനാരിയോയിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നു. ഓർഗനൈസേഷണൽ അതോടൊപ്പം വെൽനസ് സെൻട്രിക് ആയിട്ടുള്ള ജോബ് റോൾസുകളിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന കാര്യവും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ ഹ്യൂമാനിറ്റീസ് മേഖലയാണ് അല്ലെങ്കിൽ ആർട്സ് റിലേറ്റഡ് മേഖലയാണ് ബാച്ചിലേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എന്നുള്ളത്. ഇവിടെ പബ്ലിക് റിലേഷൻസ് അതോടൊപ്പം മീഡിയ സ്പെഷ്യലിസ്റ്റ് റോളുകൾക്ക് കരിയർ ഫീൽഡ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പബ്ലിക് ഇമേജ് മാനേജ് ചെയ്യുക, മീഡിയ ക്യാമ്പയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബുകൾ, കോർപ്പറേറ്റ് മെസ്സേജിങ് ഇൻ അഡ്വർടൈസിങ് അതോടൊപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് സ്കോപ്പ് കണ്ടെത്താൻ പറ്റും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിൽ നിങ്ങളെ കരിയർ എക്സൽ ചെയ്യാൻ സഹായിക്കുന്നത്? സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ അതോടൊപ്പം അഡാപ്റ്റബിലിറ്റി, നരേറ്റീവ്സിനെ മാനേജ് ചെയ്യുക, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തുക, റിലേഷൻഷിപ്സ് ലീഡ്സ് കണ്ടെത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു കരിയർ മേഖല അതായത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കാനുള്ള ചെറിയൊരു കാര്യം എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എന്നുള്ള ഒരു കരിയർ മേഖലയുടെ ഡൈനാമിക് അപ്പീൽ തന്നെയാണ്. സോ മൾട്ടിപ്പിൾ സെനാരിയോസിൽ നിങ്ങൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കരിയറിനെ സ്വിങ് ചെയ്യാൻ പറ്റുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും മേഖല എന്നുള്ളത് ബാച്ചിലേഴ്സ് ഇൻ ഫൈൻ ആർട്സ്. അത് വിഷ്വൽ ആകാം, പെർഫോമിംഗ് ആകാം. ഇതിൽ ആർട്ടിസ്റ്റ് അതോടൊപ്പം ക്രിയേറ്റീവ് ഡയറക്ടർ കരിയർ ഫീൽഡ്സ് ആണ് ഉള്ളത്. ആർട്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ഫിലിം, തിയേറ്റർ അതോടൊപ്പം ഡിസൈൻ മേഖലയിലുള്ള പ്രോജക്ട്സ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക, എൻ്റർടൈൻമെൻറ്റ് അതോടൊപ്പം അഡ്വർടൈസ്മെൻറ്റ് മേഖലകളിലും നിങ്ങൾക്ക് ജോബ് സ്കോപ്പ് കണ്ടെത്താൻ പറ്റും. സോ എന്താണ് ശരിക്കും ഈ ഒരു മേഖലയെ അതായത് ഫൈൻ ആർട്സ് മേഖലയെ കരിയർ സക്സസ്സിലേക്ക് നയിക്കുന്നത്? ക്രിയേറ്റിവിറ്റി അതോടൊപ്പം ഇന്നൊവേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത്. ഡിജിറ്റൽ അതോടൊപ്പം എക്സ്പീരിയൻഷ്യൽ ഇൻഡസ്ട്രീസിലും ഈ ഒരു കരിയർ മേഖലയെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ലീഡർഷിപ്പ് പൊസിഷൻസിലൊക്കെ നല്ല രീതിയിൽ തിളങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു എന്നുള്ളത് തന്നെ ഫൈൻ ആർട്സ് മേഖലയെ ബാക്കിയുള്ള കരിയർ ഫീൽഡുമായി വേറിട്ട് നിർത്തുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള 5 കരിയർ ഡൊമൈൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമാനിറ്റീസ് അതോടൊപ്പം ആർട്സ് മേഖലയിൽ. ഇത് നിങ്ങൾക്ക് കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഡിഗ്രി ഗ്രാജുവേഷൻ മേഖലയാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സും PG അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സും സെലക്ട് ചെയ്യാം. പക്ഷേ
ഈ ഒരു കോഴ്സിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ഇമ്പാക്റ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കോഴ്സുകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ സ്ട്രോങ് പോയിന്റ്സ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 5 ഹ്യൂമാനിറ്റീസ് ആർട്സ് മേഖലയിലെ ഡൊമൈൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ എക്സ്റ്റൻഷനായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരും എപ്പിസോഡുകളിൽ പർട്ടിക്കുലർ ടോപ്പിക്ക് വെച്ച് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.